CRG കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് ഗവേണൻസ് എന്ന പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 2015 നമ്മൾ സോൾവ് ചെയ്യുകയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്നാണ്. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഇൻകോർപ്പറേഷൻ എന്നാണ് പറയുക. ആ കമ്പനി നിലവിൽ വരുന്നതിന് ഇൻകോർപ്പറേഷൻ അത്യാവശ്യമാണ്. സോ ഈ രജിസ്ട്രേഷൻ അഥവാ ഇൻകോർപ്പറേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നതിന് മുൻപ് ഉള്ള കമ്പനി എന്തെങ്കിലും കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്നാണ് പറയുക. സോ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് എൻറ്റേർഡ് ഇൻ ടു ബൈ പ്രൊമോട്ടേഴ്സ്. കമ്പനി നിലവിൽ കൊണ്ടുവരുന്ന ആൾക്കാരെയാണ് പ്രൊമോട്ടർമാരെന്ന് പറയുന്നത്. സോ പ്രൊമോട്ടർമാര് കമ്പനിക്ക് വേണ്ടിയിട്ട് കമ്പനിയുടെ ഇൻകോർപ്പറേഷന് മുന്നായിട്ട് നടത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഉടമ്പടികളെയാണ് ഈ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. A pre-incorporation contract is an agreement entered into by promoters on behalf of a company before its incorporation. The company is not bound by such contracts until they are ratified after incorporation. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, അത്തരത്തിൽ ഉണ്ടാക്കുന്ന ഉടമ്പടികൾ കരാറുകൾ ആവണം എന്നില്ല. എപ്പോൾ മാത്രം കമ്പനി അതിനെ സ്ഥിരീകരിക്കണം, റാറ്റിഫൈ ചെയ്യണം. എപ്പോൾ? ഇൻകോർപ്പറേഷന് ശേഷവും നേരത്തെ ഉണ്ടാക്കിയ ഉടമ്പടികൾ കമ്പനി റാറ്റിഫൈ ചെയ്യുകയെന്നില്ല എങ്കിൽ അൺടിൽ അതുവരെയും അത് കമ്പനി ആ കോൺട്രാക്റ്റുകൾക്ക് ഉത്തരവാദിത്തം പറയാൻ ബൗണ്ട് അല്ല, അല്ലെങ്കിൽ കടപ്പെട്ടിട്ടില്ല എന്നർത്ഥം. സോ കമ്പനി ഇൻകോർപ്പറേഷന് ശേഷം അത് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റുകളെല്ലാം റാറ്റിഫൈ ചെയ്താൽ മാത്രമാണ് അതിന് കമ്പനിയുമായിട്ട് ഉത്തരവാദിത്തം ഉണ്ടാവുകയുള്ളൂ, അത്തരം കരാറുകൾക്ക്. നൗ രണ്ടാമത്തെ ഒരു ചോദ്യം നമ്മൾ അഭിമുഖീകരിക്കുന്നതാണ്, വാട്ട് ഈസ് DIN? ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് DIN എന്ന് പറയുന്നത്. സോ DIN is a unique identification number assigned to an individual who intends to become a director of a company in India. ഇന്ത്യയിൽ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആകാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു വ്യക്തിക്കും, ഒരു ഇൻഡിവിജ്വലിനും ഒരു നമ്പർ അസൈൻ ചെയ്തു നൽകും, ഐഡന്റിഫിക്കേഷൻ നമ്പർ നൽകും. അതൊരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആയിരിക്കും. അദ്ദേഹത്തിന് മാത്രമേ ആ നമ്പർ ഉണ്ടാവുകയുള്ളൂ. അതേ നമ്പറുള്ള മറ്റൊരു ഡയറക്ടർ ഇന്ത്യയിൽ ഉണ്ടാവില്ല. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാക്ക് ദ ഡയറക്ടർഷിപ്പ് പ്രൊഫൈൽ ഓഫ് ദ ഇൻഡിവിജ്വൽ. ആ ഇൻഡിവിജ്വലിന്റെ ഡയറക്ടർഷിപ്പിന്റെ പ്രൊഫൈല്, വിശദാംശങ്ങളും വിവരങ്ങളും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതോറിറ്റീസിന് ട്രാക്ക് ചെയ്യേണ്ട സന്ദർഭം ഉണ്ടായാൽ ആ DIN അടിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന്റെ ഫുൾ പ്രൊഫൈൽ അവർക്ക് ലഭ്യമാകും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, DIN, ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അതനുസരിച്ച് സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി, ഡീറ്റെയിൽസ് വേറെ ഒന്നും വേണ്ട. വാട്ട് ഈസ് കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ്? കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് എന്താണ്? കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് ഈസ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി സെക്രട്ടറി ഓർ എ പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറിയോ ഒരു പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറിയോ നൽകുന്ന, ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതിൽ എന്താണ് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്? എന്ത് കാര്യമാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്? ഇറ്റ് സർട്ടിഫൈ ദാറ്റ് ദ കമ്പനി ഹാസ് കംപ്ലൈഡ് വിത്ത് ഓൾ ദി ആപ്ലിക്കബിൾ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനി ആക്ട്. കമ്പനി ആക്ടിലെ എല്ലാ ആപ്ലിക്കബിൾ പ്രൊവിഷൻസും കമ്പനി കംപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്, പാലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് അതർ റെലവന്റ് ലോസ് ആൻഡ് റെഗുലേഷൻസ്, മറ്റ് പ്രസക്തമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും കമ്പനി പാലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് MCA 21? എന്താണ് MCA 21 എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം. 1 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. MCA 21 is an e-governance project of Ministry of Corporate Affairs, MCA. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഒരു ഗവേണൻസ് പ്രോജക്റ്റിന്റെ പേരാണ് MCA 21 എന്ന്. ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലൈൻ സർവീസസ് ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീസ്. കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നതിന്, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് ഓൺലൈൻ സേവനങ്ങൾ നൽകി വരുന്നു MCA 21 പ്രകാരം. ഫയലിംഗ് ഓഫ് ആനുവൽ റിട്ടേൺസ്, അതായത് കമ്പനിയുടെ വാർഷിക റിട്ടേണുകൾ ഫയൽ ചെയ്യണമെങ്കിലും ഈ ഗവർണൻസ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആൻഡ് അതർ കംപ്ലയൻസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കമ്പനി നിബന്ധനകൾ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ഈ ഗവർണൻസ് പ്രോജക്റ്റ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം, ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ ഗവർണൻസ് പ്രോജക്റ്റ് ഉപയോഗപ്പെടുത്താം.
എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക്, ഗിവ് ഔട്ട് എനി 2 ക്വാളിഫിക്കേഷൻ ഫോർ എ ഡയറക്ടർ. ഒരു ഡയറക്ടർക്ക് വേണ്ടുന്ന ഏതെങ്കിലും 2 ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? ഒന്ന്, ക്വാളിഫിക്കേഷൻ ഓഫ് എ ഡയറക്ടർ. ദ ഇൻഡിവിജ്വൽ ഷുഡ് ഹാവ് എ വാലിഡ് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ആ വ്യക്തിക്ക് ഒരു വാലിഡ് ആയ DIN അഥവാ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കണം. 2, ദ ഇൻഡിവിജ്വൽ ഷുഡ് നോട്ട് ബി ഡിസ്ക്വാളിഫൈഡ് അണ്ടർ ദ കമ്പനി ആക്ട് 2013. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് നിലവിൽ ഇരിക്കുന്ന കമ്പനി ആക്ട് 2013 ആണ്. സോ കമ്പനി ആക്ട് 2013 പ്രകാരം ആ വ്യക്തി യാതൊരു വിധത്തിലും ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കരുത്. ഇങ്ങനെയൊക്കെയാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മാക്സിമം മാനേജറിയൽ റെമ്യൂണറേഷൻ പേയബിൾ? അതായത് പരമാവധി മാനേജറിയൽ റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റുന്നത് എത്രയാണ്? മാക്സിമം മാനേജറിയൽ റെമ്യൂണറേഷൻ പേയബിൾ എന്ന് പറയുന്നത്, the maximum managerial remuneration payable to directors in a financial year cannot exceed 11% of the net profits of the company. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിന്റെ 11% കൂടരുത് എന്ന് തന്നെയാണ്. However, in case of inadequacy of profits, എന്നാൽ ലാഭത്തിന്റെ അപര്യാപ്തത ഉണ്ടെങ്കിൽ the managerial remuneration is subject to specific limits. മാനേജറിയൽ റെമ്യൂണറേഷൻ ചില നിശ്ചിത പരിധികൾക്ക് വിധേയമാണ്. ആസ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ ദ കമ്പനി ആക്ട് 2013. 2013 കമ്പനി ആക്ട് പറയുന്നത് പ്രകാരം മാനേജർക്ക് എത്ര രൂപ പ്രതിഫലം കൊടുക്കുന്നതിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് മാക്സിമം മാനേജറിയൽ റെമ്യൂണറേഷൻ പേയബിൾ എന്ന പോയിന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഇങ്ങനെയാണ് പറയാം. അതായത് കമ്പനിയുടെ ഏതൊരു വർഷത്തിന്റെയും 11% ലാഭത്തിന്റെ ഫിനാൻഷ്യൽ ഇയറിലെ 11% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ലാഭത്തിന്റെ 11% കൂടാൻ പാടില്ലാത്തൊരു തുകയായിരിക്കണം മാനേജറിയൽ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും ലാഭത്തിന് ഇനാഡിക്വസി ഉണ്ടായാൽ, ഇൻ കേസ് ഓഫ് ഇനാഡിക്വസി ഓഫ് പ്രോഫിറ്റ്സ്, ദ മാനേജറിയൽ റെമ്യൂണറേഷൻ ഈസ് സബ്ജക്ട് ടു സ്പെസിഫിക് ലിമിറ്റ്സ് ആസ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ ദ കമ്പനി ആക്ട് 2013. കാരണം ലാഭം ഇല്ലാത്ത വർഷങ്ങൾ, ലാഭം തീരെ കുറവുള്ള വർഷങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അതാണ് ഇനാഡിക്വസി ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജറിയൽ റെമ്യൂണറേഷൻ പറഞ്ഞ തുക എത്താതെ വരുമ്പോൾ പിന്നെ എന്തു ചെയ്യണം? മാനേജറിയൽ റെമ്യൂണറേഷനെ സംബന്ധിച്ച് അത് ചില പ്രത്യേക സ്പെസിഫിക് ലിമിറ്റുകൾക്ക് വിധേയമായിട്ടാണ് കൊടുക്കുന്നത്. ആ ലിമിറ്റുകൾ 2013 കമ്പനി ആക്ടിൽ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി എക്സ്പ്ലെയിൻ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്താണെന്ന് വിശദീകരിക്കുക. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ ദോസ് ക്രെഡിറ്റേഴ്സ് ഹു ഹാവ് പ്രയോറിറ്റി ഇൻ പേയ്മെന്റ് ഓവർ അതർ ക്രെഡിറ്റേഴ്സ്. ആദ്യം കൊടുത്തു തീർക്കണം എന്ന് പറയുന്ന വിഭാഗം ക്രെഡിറ്റേഴ്സ് ആണ് ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. നമ്മൾ കമ്പനിയുടെ കടബാധ്യതകൾ വീട്ടി തീർക്കുന്ന സമയത്ത് മറ്റേതൊരാളെക്കാളും മുൻപിൽ നിന്ന് തങ്ങളുടെ പണം തിരികെ കൈപ്പറ്റാൻ അവകാശമുള്ളവരാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആർ ദോസ് ക്രെഡിറ്റേഴ്സ് ഹു ഹാവ് പ്രയോറിറ്റി. അവർക്ക് മുൻഗണനയുണ്ട്, പ്രയോറിറ്റി ഉണ്ട്. എന്തിന്? ഇൻ റിസീവിംഗ് ദ പേയ്മെന്റ് ഉണ്ട്, അവരുടെ ഓവർ അതർ ക്രെഡിറ്റേഴ്സ്, മറ്റ് ക്രെഡിറ്റേഴ്സിനേക്കാൾ മെച്ചത്തിൽ മുൻപിലായി നിന്നുകൊണ്ട് അവർക്ക് അവരുടെ പേയ്മെന്റ് തിരികെ കിട്ടുന്നതിൽ അവർക്ക് അർഹതയുണ്ട്. ഇൻ ദ ഈവന്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പിന്റെ സമയത്തിൽ ആണ് എന്ന് മാത്രം. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഗവൺമെന്റ് ഡ്യൂസ്. ഇതിന് ഉദാഹരണങ്ങൾ പറയട്ടെ. ഗവൺമെന്റ് ഡ്യൂസ്, എംപ്ലോയീസ് ഡ്യൂസ് ആൻഡ് വർക്ക്മെൻസ് ഡ്യൂസ്. ഇതൊക്കെയാണ്. ഗവൺമെന്റിന് കൊടുക്കാനുള്ളത് കൊടുക്കണം, പ്രയോറിറ്റിയാണ്. തൊഴിലാളികൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ബാക്കി നിൽപ്പുണ്ടെങ്കിൽ അത് കൊടുക്കണം. ദെൻ എംപ്ലോയീസ് പോലെ തന്നെയാണ് വർക്ക്മെൻ എന്ന് പറഞ്ഞാലും. ഓക്കെ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിൽ, ഡ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കേണ്ട ദിവസം കഴിഞ്ഞിട്ടും കൊടുക്കാതെ ബാക്കി നിൽക്കുന്ന പേയ്മെന്റിനെയാണ്. 8ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ആൻ ഇല്ലീഗൽ അസോസിയേഷൻ? എന്താണ് ഇല്ലീഗൽ അസോസിയേഷൻ എന്ന് പറയുന്നത്? ഇല്ലീഗൽ അസോസിയേഷൻ എന്ന് പറയുന്നത് refers to an association of persons that is formed for an unlawful purpose. നിയമവിരുദ്ധമായ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു അസോസിയേഷനെയാണ് ഇല്ലീഗൽ അസോസിയേഷൻ എന്ന് പറയാം. ഓർ ഈസ് അതർവൈസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ. ചിലപ്പം ഏതെങ്കിലും തരത്തിലുള്ള നിയമം നിരോധിക്കപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്യുന്ന കാര്യം, അതാണ് ഇല്ലീഗൽ എന്ന് പറയുന്നത് കേട്ടോ. അതിലേർപ്പെട്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഇല്ലീഗൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്പനീസ്, ഇനി നമ്മളുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ കോർപ്പറേറ്റ് കമ്പനിയുടെ കാര്യത്തിലാണല്ലോ ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കോർപ്പറേറ്റ് കമ്പനീസ് ഇറ്റ് മേ റെഫർ ടു ആൻ അസോസിയേഷൻ ദാറ്റ് എക്സീഡ്സ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അലൗഡ് ഫോർ പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് സ്ഥാപനത്തിനാണെങ്കിൽ പരമാവധി ഇത്ര അംഗങ്ങൾ എന്ന് അനുവദിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കടന്നാലോ അത് ഇല്ലീഗൽ അസോസിയേഷൻ ആയിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്.
ഓർ ഓപ്പറേറ്റ്സ് വിതൗട്ട് പ്രോപ്പർ ഇൻകോർപ്പറേഷൻ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വേണം എന്ന് നിർബന്ധിക്കുന്ന മേഖലകളിൽ രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിച്ചാൽ അപ്പോഴും അത് ഇല്ലീഗൽ അസോസിയേഷൻ. അതായത് പതിവ് നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പ്രവർത്തനം തുടർന്നു പോകുന്ന ഏതൊരു സ്ഥാപനത്തെയും വിളിക്കാവുന്ന ഒരു പൊതുപേര് തന്നെയാണ് ഇല്ലീഗൽ അസോസിയേഷൻ. അത്രയാണ് മനസ്സിലാക്കേണ്ടതുണ്ട്. 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുവാണ്. വാട്ട് ഈസ് എ പെർപെച്വൽ സക്സഷൻ? അനന്തകാലത്തേക്കുള്ള നിലനിൽപ്പ്. സക്സഷൻ എന്ന് പറഞ്ഞാൽ തുടർച്ചയാണ്, പിന്തുടർച്ചയാണ്, നിലനിൽപ്പാണ്. സോ പെർപെച്വൽ സക്സഷൻ refers to the continuous existence of a company despite changes in its membership or management. കമ്പനിയുടെ മെമ്പർഷിപ്പ്, കമ്പനിയുടെ മാനേജ്മെന്റ്, ഇതിലൊക്കെ എത്ര മാറ്റം ഉണ്ടെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാൻ പെർപെച്വൽ സക്സഷൻ റെഫേഴ്സ് ടു ദ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ നിരന്തരമായ നിലനിൽപ്പാണ്. ഡെസ്പൈറ്റ് എന്നിരുന്നാൽ പോലും ചേഞ്ചസ് ഇൻ ഇറ്റ്സ് മെമ്പർഷിപ്പ് ഓർ മാനേജ്മെന്റ്, അതിന്റെ മെമ്പർഷിപ്പിൽ അതിന്റെ മാനേജ്മെന്റിൽ എത്ര ചേഞ്ചസ് ഉണ്ടായാലും എ കമ്പനി കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് അൺടിൽ ഇറ്റ് ഈസ് ഫോർമലി ഡിസോൾവ്. ഒരു കമ്പനി ഔപചാരികമായി പിരിച്ചുവിടപ്പെട്ടാൽ പോലും ആ കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നു. ആ പിരിച്ചുവിടപ്പെടുന്നതിന്റെ തൊട്ട് മുന്നിൽ വരെ അത് ഉണ്ടായിരുന്നു. ഓക്കെ, റിഗാർഡ്ലെസ് ഓഫ് ദ ഡെത്ത്, ഇൻസോൾവൻസി ഓർ റിട്ടയർമെന്റ് ഓഫ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഡയറക്ടേഴ്സ്. അതായത് അതിന്റെ വ്യക്തികളായ ഇൻഡിവിജ്വൽസ്, അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആവട്ടെ, ഇൻഡിവിജ്വൽസ് ആവട്ടെ, ഇത്തരത്തിലുള്ള ഏതൊരു വ്യക്തിയായാലും അവരുടെ മരണമോ അവരുടെ ഇൻസോൾവൻസിയോ അവരുടെ റിട്ടയർമെന്റോ ഒന്നും തന്നെ കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നില്ല. കമ്പനി ഔദ്യോഗികമായി ഔപചാരികമായി നിയമത്തിന് മുമ്പിൽ ഡിസൊല്യൂഷൻ നടത്താതെ, വൈൻഡിങ് അപ്പ് നടത്താത്ത സമയം വരെയും അത് ഒരു ലിവിങ് എക്സിസ്റ്റൻസ് തന്നെയാണ്. അതിന് മരണമില്ല എന്നാണ് ചുരുക്കി പറഞ്ഞത്. അതാണ് പെർപെച്വൽ സക്സഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. 10ാമത്തെ ചോദ്യം, നമ്മൾ 10 ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ബ്ലോക്ക് എ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാർട്ട് എ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചെറിയ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10ാമത്തെ ചോദ്യം എങ്ങനെയാണ്? വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്? എന്താണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്? A statutory meeting is the first meeting of the shareholders of a public company. ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ആദ്യത്തെ മീറ്റിംഗ് ആണ്. വിച്ച് ഇസ് ഹെൽഡ് വിതിൻ എ സ്പെസിഫൈഡ് പീരിയഡ്. ഒരു സ്പെസിഫൈഡ് പീരീഡിലാണ് ഇത് നടത്തുക, ഒരു നിശ്ചിത സമയത്തിനുള്ളിലാണ് നടത്തുക. യൂഷ്വലി വിതിൻ 3 months, സാധാരണ 3 മാസം. ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ഒരു കമ്പനിയുടെ ബിസിനസ് തുടങ്ങിയിട്ട് 3 മാസം കഴിയാത്ത കാലയളവിനുള്ളിൽ നടത്തപ്പെടുന്ന മീറ്റിംഗ് ആണ്, നിയമം അനുശാസിക്കുന്ന മീറ്റിംഗ് ആണ്. സ്റ്റാറ്റ്യൂട്ട് എന്ന വാക്കിന്റെ അർത്ഥം പോലും നിയമം എന്നാണ്. സോ സ്റ്റാറ്റ്യൂട്ടറി മീൻസ് നിയമപരമായ. അപ്പൊ എന്താണ്, എല്ലാ കമ്പനികൾക്കും അത് അതിന്റെ കമ്പനി തുടങ്ങിയതിന് ശേഷം അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ്, ഷെയർ ഹോൾഡേഴ്സിന്റെ ആദ്യത്തെ മീറ്റിംഗ് കമ്പൽസറി ആയിട്ട് വിളിച്ചുകൂട്ടണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. അത് എപ്പോൾ നടത്തണമെന്നാണ് ഒരു പബ്ലിക് കമ്പനിയുടെ കാര്യത്തിൽ എപ്പോൾ നടത്തണമെന്നാണ് പറയുന്നത്? അതായത് 3 മാസം കഴിയുന്ന അതിന് മുൻപായിട്ട്, യൂഷ്വലി വിത്തിൻ 3 months, 3 മാസത്തിനുള്ളിൽ, ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അതായത് പബ്ലിക് കമ്പനിക്ക് നമുക്കറിയാം അതിന് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, മറ്റൊരു സർട്ടിഫിക്കറ്റ് കൂടി കിട്ടണം. അതേതാണ്? കമൻസ്മെന്റ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ആ 2 സർട്ടിഫിക്കറ്റും കിട്ടിയാൽ കമ്പനിക്ക് ബിസിനസ് തുടങ്ങാം, അല്ലേ? അപ്പോൾ പബ്ലിക് കമ്പനിക്ക് അങ്ങനെയാണ്. പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ആവശ്യമില്ല. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുമ്പോൾ തന്നെ ബിസിനസ് തുടങ്ങാം. പബ്ലിക് കമ്പനിയുടെ കാര്യത്തിലാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് കിട്ടിയിട്ട് 3 മാസം കഴിയുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യണം? സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ഡ്യൂറിംഗ് ദിസ് മീറ്റിംഗ് ദ ഷെയർ ഹോൾഡേഴ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനീസ് അഫയേഴ്സ്. ഈ മീറ്റിംഗിൽ കമ്പനിയുടെ മുഴുവൻ കാര്യങ്ങളെ കുറിച്ചുമുള്ള എല്ലാ വിവരങ്ങളും ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് നൽകണം. ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ, കമ്പനിയുടെ ധനസ്ഥിതിയെ കുറിച്ച് വരെ, ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ കമ്പനീസ് ഇൻകോർപ്പറേഷൻ. അപ്പം കമ്പനിയുടെ രജിസ്ട്രേഷൻ, ഇൻകോർപ്പറേഷൻ ഡീറ്റെയിൽസും നൽകിയിരിക്കണം. ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിനെ സംബന്ധിച്ച് കമ്പനിയുടെ സാമ്പത്തിക നിലയെക്കുറിച്ച്, ഒപ്പം തന്നെ കമ്പനിയുടെ ഇൻകോർപ്പറേഷന്റെ വിശദാംശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും ഓഹരി ഉടമകളെ ഔപചാരികമായി അറിയിക്കേണ്ട ഒരു മീറ്റിംഗ് കൂടിയാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. പാർട്ട് എ കഴിഞ്ഞു. പാർട്ട് 2015 ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി പാർട്ട് ബി അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കും.